മോക്ക് ടെസ്റ്റ് സത്യത്തിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. ഈ എത്ര സമയം പഠിക്കണം അല്ലെങ്കിൽ ഏത് സമയം പഠിക്കണം ഇതൊക്കെ ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡോട്ട്സ് അക്കാഡമിയിൽ വന്നിരുന്ന് പഠിക്കുക. വൈകുന്നേരം പോയ ശേഷം പിന്നെ ഞാൻ കുറച്ച് ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അത് ഇത്രയും കാലം തുടർന്ന്, കോളേജിന് ശേഷം ഇത്രയും കാലം തുടർന്ന് വന്ന കാര്യമാണ്. നമസ്കാരം. ഡോട്ട്സ് അക്കാഡമിയുടെ ഫേസ് ടു ഫേസ് എന്ന സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി വന്നിരിക്കുന്നത് മിസ് ഗോപിക GP ആണ്. അദ്ദേഹം ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ 47ാം റാങ്ക് കരസ്ഥമാക്കിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിജയ വഴിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. കൂടുതൽ വിശേഷങ്ങൾ ഗോപികയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഹായ് ഗോപിക. ഇത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല ഗോപിക അച്ചീവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, ഈ ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു സ്വപ്നം എന്ന് മുതലാണ് ഗോപികയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത്? ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ഗവൺമെൻറ് ജോലിയുള്ള അങ്ങനെ കുറവാണ്. അങ്ങനെ ആരും വീട്ടിലും അല്ലെങ്കിൽ ബന്ധത്തിലൊക്കെ സ്വന്തത്തിൽ അങ്ങനെ ഒന്നും ഇല്ല. പക്ഷേ ഞാൻ പഠിച്ചതൊരു ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ മുഴുവൻ, അതായത് കോളേജ് വരെയും ഗവൺമെൻറ് ആയിട്ട് തന്നെയാണ്, മെറിറ്റിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും കാലം നമ്മൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സേവനങ്ങൾ കിട്ടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ പഠിച്ചു, അപ്പോൾ നമുക്ക് ഇതിന് തിരിച്ചു കൊടുക്കണം എന്നെനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ആക്ച്വലി സ്കൂൾ കാലം മുതലേ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഒരു സർവീസ് എന്നുള്ള രീതിക്ക് നമുക്ക് ഗവൺമെൻറ് ജോലി. പിന്നെ സത്യത്തിൽ ഗവൺമെൻറ് ജോലിയുടെ ഒരു സെക്യൂരിറ്റി, കാരണം വീട്ടിലാർക്കും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഇൻകത്തിൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ കുറവ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒരു കാര്യമായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആർക്കും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സപ്പോർട്ടുമായിരുന്നു. ഒരാൾക്ക് ആദ്യമായിട്ട് കിട്ടുമ്പോഴത്തേക്കും നല്ലതല്ലേ എന്നുള്ള രീതിക്ക് ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ജോബ് എന്ന ഒരു തസ്തികയിലേക്ക് എങ്ങനെയാണ് അപേക്ഷിച്ചത്? കാരണം ഇതൊരു ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു തസ്തികയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ സത്യത്തിലൊരു അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാം അല്ല. ഇപ്പോൾ കേരള PSC നടത്തുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ SSC നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ, ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക്, യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ KSFയിലേക്ക് ആ പരീക്ഷകളെല്ലാം ഭയങ്കര പോപ്പുലറാണ്. ഒരുപാട് ക്ലാസ്സുകളുണ്ട്. പക്ഷേ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഹൈക്കോടതി നേരിട്ട് നടത്തുന്നതാണ്. ഓരോ സംസ്ഥാനത്തിലുമുള്ള ഹൈക്കോർട്ട് നേരിട്ട് തന്നെ നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ് ആണ്. അത് എങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ട് ഈ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. പലരും അറിയാത്തതിൻ്റെ കാര്യവും അതാണ്. നമ്മളിപ്പോൾ ഡോട്ട്സ് അക്കാഡമിയിൽ നമ്മൾ കുറച്ച് കാലമായിട്ട് പഠിക്കുന്നു. അപ്പോഴത്തേക്കും അവർക്ക് എല്ലാവരും നമുക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോഴുള്ളൊരു ഗുണമാണത്. നമുക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ അറിയുന്നു. കാരണം വേറെ ആരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് ഇടുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അറിയുന്നതാണ് സത്യത്തിൽ. അങ്ങനെയാണ് ഹൈക്കോർട്ടിലേക്കുള്ള ഇതും റിക്രൂട്ട്മെൻറ്റും അറിയുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ DRDO അല്ലെങ്കിൽ ബാർക്കിൻ്റെ എക്സാം, ഇതൊന്നും പൊതുവേ പുറത്തുള്ള ആളുകൾ അറിയാത്ത നമുക്ക് ആ സിസ്റ്റത്തിൽ നിൽക്കുന്നവർക്ക് മാത്രം അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ചെയ്യാം, പക്ഷേ ആരും അറിയാറില്ല. ഇത് തീർച്ചയായിട്ടും ഒരു പുതിയ അറിവാണ്. ഹൈക്കോർട്ട് നേരിട്ട് നടത്തുന്ന ഒരു എക്സാമാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം എന്ന് എനിക്കുൾപ്പെടെ ഒരു പുതിയ അറിവാണ്. താങ്ക് യു. ഈ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് തീർച്ചയായിട്ടും ചെറിയൊരു കാര്യമല്ല, അതെനിക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ പലർക്കുമുള്ള ഒരു സംശയമാണ്, ഇതിനുവേണ്ടി എത്രത്തോളം പഠിക്കണം അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഡെയിലി നമ്മൾ പഠിച്ചാലാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. ഗോപികയുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഗോപിക എത്ര മണിക്കൂർ ഡെയിലി പഠിക്കുന്നുണ്ടായിരുന്നു? അത് നമുക്ക് സത്യത്തിൽ അതായത് പഠിക്കുന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോരുത്തരുടെയും സാഹചര്യം, അവരുടെ ബേസ്, അവർക്ക് ഓൾറെഡി ഉള്ള നോളജ്, ഇതെല്ലാം വ്യത്യാസമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ തന്നെ വിചാരിച്ചതാണ് ഗവൺമെൻറ് ജോലിക്ക് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് പോയി. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരിടത്തും പോയില്ല, വേറെ ജോലിക്ക്. ഞാൻ നേരെ ഇങ്ങനെ തന്നെയാണ് നോക്കിയത്. അപ്പോൾ ഞാൻ വരുമ്പോൾ പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബേസ് ഒന്നും ഇല്ല. ഞാൻ കെമിസ്ട്രിയാണ് ഡിഗ്രി പഠിച്ചത്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 കൂട്ടണമെങ്കിൽ 4 നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യും. അങ്ങനെ നമ്മൾ ലാബൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം അതാണ്. നമുക്ക് മനസ്സിലൊന്നും ഇല്ല. അല്ലെങ്കിൽ മാത്രമല്ല നമുക്ക് പത്രം വായന ഒക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെ സയൻസ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഒരു കാര്യത്തിനെ പറ്റിയും എക്കണോമിക്സോ ജോഗ്രഫിയോ അതൊന്നും നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു ഭയങ്കര ഫ്രഷറാണ്, ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കുറച്ച് കാലം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ സിസ്റ്റത്തിലോട്ടൊന്ന് ആയി വരാനായിട്ട്. നമുക്ക് എല്ലാ
കാര്യത്തിലും ഞാൻ പറഞ്ഞില്ല, എല്ലാം എനിക്ക് ഹിസ്റ്ററിയൊക്കെ എനിക്ക് ബേസ് നിന്ന് തുടങ്ങേണ്ട ഒരവസ്ഥയാണ്. നമ്മൾ എപ്പോഴാണ് കഴിഞ്ഞത് ഹിസ്റ്ററിയൊക്കെ 9-ലോ 10-ലോ ഒക്കെ കഴിഞ്ഞാണ്, പിന്നെ തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ എനിക്കെല്ലാം ബേസ് നിന്ന് തുടങ്ങേണ്ട ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് തന്നെയായിരുന്നു. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡോട്ട്സ് അക്കാഡമിയിൽ വന്നിരുന്ന് പഠിക്കുക, വൈകുന്നേരം പോയ ശേഷം പിന്നെ ഞാൻ കുറച്ച് ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അത് ഇത്രയും കാലം തുടർന്ന്, കോളേജിന് ശേഷം ഇത്രയും കാലം തുടർന്ന് വന്ന കാര്യമാണ്. ഫിനാൻഷ്യലി നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കി സമയമെല്ലാം ഇതിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. തുടക്കത്തിൽ വേറൊന്നും ചെയ്തിട്ടില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത്, പിന്നെ കുറച്ച് സമയം ട്യൂഷൻ, അത് കഴിഞ്ഞിട്ട് രാത്രി വീണ്ടും അക്കാഡമിയിലെ ബാക്കി നാളത്തേക്കുള്ള കാര്യങ്ങൾ, ഇത് തന്നെയാണ് തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ എത്ര സമയം പഠിക്കണം അല്ലെങ്കിൽ ഏത് സമയം പഠിക്കണം ഇതൊക്കെ ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് പല യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ നിങ്ങൾ രാവിലെ എണീച്ച് പഠിക്കണം, 4 മണിയാണ് പഠിക്കാൻ ഏറ്റവും നല്ല സമയം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് ഞാൻ ബാക്കി എൻ്റെ മൊത്തം പകൽ പോവും. അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പോൾ ചിലർക്ക് നല്ല രാത്രി പഠിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് നല്ല രാവിലെ പഠിക്കുന്നത് ഇഷ്ടമല്ല, അവർക്കതേ പറ്റുള്ളൂ. അപ്പം നമ്മൾ വേറൊരാളുടെ സ്ട്രാറ്റജി കണ്ട് നമ്മളെ അങ്ങ് അതിലേക്ക് ഇടേണ്ട കാര്യമില്ല. നമ്മൾ നോക്കുക നമുക്ക് എന്താ പറ്റുക എന്ന്, കുറേ ട്രയൽ ആൻഡ് എറർ വേണ്ടി വരും, ചെയ്ത് നോക്കുക, അവസാനം നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയിലോട്ട് എത്തിപ്പെടും. അങ്ങനെ നോക്കിയാൽ മതി. അല്ലാതെ അപ്പുറത്തെ ആൾ ഇത്ര മണിക്കൂർ പഠിക്കുന്നു ഞാനത് അങ്ങനെ പഠിക്കണം, അങ്ങനെയില്ല. നമ്മുടെ ഒരു ട്രയൽ ആൻഡ് എറർ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞത് വെച്ച് ഞാൻ പറയുകയാണ്, ട്യൂഷൻ എടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്യൂഷൻ ക്ലാസ്സസ് നമുക്കൊരു റിവൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ട്യൂഷൻ. കാരണം ഞാൻ തുടക്കത്തിൽ സയൻസാണ് എടുത്തതെങ്കിലും പിന്നീട് ഞാൻ അവരുടെ തന്നെ ബുക്കൊക്കെ മേടിച്ച് നോക്കും. ഈ പ്രത്യേകിച്ച് ICSE CBSE ഒക്കെ ബുക്ക്, ഞാൻ പറഞ്ഞു ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചപ്പോൾ നമുക്ക് സ്റ്റേറ്റിൻ്റെ ബുക്ക് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ CBSE ICSE നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബേസ് മുതൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മളും ഇതിൽ കുഞ്ഞാണല്ലോ വരുമ്പോഴത്തേക്കും, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ബുക്കൊക്കെ ഭയങ്കര രസമാണ്. അത് ഞാൻ അങ്ങോട്ട് പറയും, ഞാനിത് പഠിപ്പിച്ച് തരാം, ഒരു അരമണിക്കൂർ എക്സ്ട്രാ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിത് പഠിപ്പിച്ച് തരാം എന്ന് ഞാൻ അങ്ങോട്ട് പറയും. പിന്നെ ഇവരുടെ കൂടെ ഞാനും കൂട്ടിരുന്ന് പഠിക്കും. അപ്പോൾ അവസാനം കുട്ടികൾക്കും മനസ്സിലായി എനിക്കും പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞങ്ങളൊക്കെ കൂട്ടിരുന്ന് ഇങ്ങനെ പഠിക്കുക, പിന്നെ ക്യാപിറ്റൽസ്. അപ്പം എനിക്കത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു ട്യൂഷൻ എന്ന് പറയുന്നത്. സത്യത്തിൽ മാത്സും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ഈ അക്കാഡമിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് അങ്ങനെ നമ്മൾ കുറേയൊക്കെ എന്താണ് ഷോർട്ട് കട്ട്സ് ഒക്കെ ആയിരിക്കും നോക്കുക. പക്ഷേ നമ്മൾ ട്യൂഷനൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്നാകുമ്പോഴത്തേക്കും ഒരു ബേസ് മുതലേ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ട്യൂഷൻ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പാൻഡമിക്കിനെ അതിജീവിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ കൂടുതലായി സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും അത് ഒരുപാട് അഫക്റ്റ് ചെയ്തു. കാരണം കഴിവതും കുറേ അധികം ആൾക്കാർ ഓൺലൈനിലേക്ക് തന്നെ മാറി, പിന്നീട് ഓഫ്ലൈൻ ക്ലാസ്സസ് ഇല്ല എന്നൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഗോപികയെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നോ അറ്റൻഡ് ചെയ്തിരുന്നത്, അതോ ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നോ? ഇനി ആണ് എന്നുണ്ടെങ്കിൽ തന്നെ ഇത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? അതായത് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ അഡ്വാൻറ്റേജ് ഓൺലൈൻ ക്ലാസ്സിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയൊരു ലക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് COVID-19 മുന്നേ ക്ലാസ്സുകൾ, അതായത് അതിന് മുന്നേ തന്നെ ഞാൻ പഠിക്കാൻ ഇറങ്ങാനുള്ളൊരു സമയം കിട്ടി എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒട്ടും ബേസ് ഇല്ലാത്ത ഒരാളും കൂടെ ആയിരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ, നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു പ്രഷർ എന്ന് പറയണോ അല്ലെങ്കിൽ അതൊരു ഒരു പഠനത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയണോ എന്ന് എനിക്കറിയത്തില്ല. അത് നമുക്ക് തരുന്ന ഒരു കംഫർട്ട്നെസ് ഉണ്ട്. അത് നമുക്ക് കിട്ടിയാലേ നമുക്ക്, ഇല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ നമ്മുടെ സോഫയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് കുടിച്ച് ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മളൊരു ഫൂൾസ് പാരഡൈസിലാണ്. അതായത് നമുക്ക് മറ്റുള്ളവർ എത്ര പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, ഒരു കോമ്പറ്റീഷൻ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ക്ലാസ് അതല്ല. കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ ഇടുന്നു, മിസ് വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഡോട്ട്സ് അക്കാഡമിയിലാണെങ്കിൽ മിസ് ആണെങ്കിൽ എന്നും വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ നമുക്കത് പഠിക്കാനുണ്ട്. ഈ വീട്ടിൽ നമ്മളെ ആരും ഇല്ല ചെക്ക് ചെയ്യാനായിട്ട്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇന്ന് മാത്സ് വേണ്ട, ഇന്ന് നമുക്ക് GK മതി. പക്ഷേ അത് പോരാ. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്ട്രാറ്റജി വേണം, എല്ലാത്തിനും കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ പഠിക്കണം. അപ്പം നമുക്ക് ചിലപ്പോൾ ഇഷ്ടം മാത്സ് മാത്രമായിരിക്കും. അപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ ആരും ചോദിക്കാനില്ലെങ്കിൽ നമ്മൾ എന്നും മാത്സ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അക്കാഡമിയിൽ അത് പറ്റില്ല. എല്ലാത്തിനും കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് എല്ലാം നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ പറ്റുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾ. അപ്പം അതൊരു പോസിറ്റീവ് കോമ്പറ്റീഷനായിട്ട് തന്നെ എടുത്താൽ മതി. അവർക്ക് മാർക്ക് വരുന്നു അല്ലെങ്കിൽ അവർ പഠിക്കുന്നു, അപ്പം നമ്മൾ പഠിക്കുന്നില്ലേ. പക്ഷേ നമ്മൾ വീട്ടിൽ കംഫർട്ട്നെസ് ഒന്നും കിട്ടില്ല. നമ്മൾ വിചാരിക്കും നമുക്കെല്ലാം മനസ്സിലായി, കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എങ്കിൽ നമുക്കൊരു പുരോഗതി ഉണ്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും അത് ഞാൻ എൻ്റെ ലക്കായിട്ടാണ് എന്നും കണക്കാക്കുന്നത്. എനിക്കൊരു ബ്രഷപ്പിന് മാത്രമേ ഞാൻ ഓൺലൈൻ കണ്ടിട്ടുള്ളൂ. ബാക്കി എൻ്റെ മെയിൻ ബേസ് എല്ലാം കിടക്കുന്നത് ഓഫ്ലൈൻ ക്ലാസ്സിലാണ്. പ്രത്യേകിച്ചും അക്കാഡമിയിലെ സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ലാസ്സിന് വരുന്നതാണ് അവർക്കിഷ്ടം.
അവർ പറയും നിങ്ങൾ വീട്ടിലിരിക്കല്ലേ, സിലബസ് തീർന്നാലും നിങ്ങൾ വീട്ടിലിരിക്കില്ലേ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഒരു ബേസും ഇല്ല. ഞാൻ ഹിസ്റ്ററിയുടെയും എക്കണോമിക്സിൻ്റെ ഒക്കെ എത്ര ക്ലാസ് കേട്ടണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം വീണ്ടും വീണ്ടും ഞാൻ ചെന്നിരിക്കും. കാരണം പിന്നെ നമുക്ക് എപ്പോഴും വേണ്ട നമ്മളെ പറ്റിയുള്ളൊരു ബോധമാണ്. എനിക്കിതൊന്നും അറിയില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പം ഞാൻ കൂടുതൽ എഫേർട്ട് എടുക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ക്ലാസ്സസ് കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ബ്രഷപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മോക്ക് എഴുതാനോ നമുക്ക് ഓൺലൈൻ വേണം. ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് ഞാൻ പറയുകയാണ്, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഈ മോക്ക് ടെസ്റ്റുകൾ നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്യാനായി റിവിഷൻ നടത്താറുണ്ട്. ഈ റിവിഷൻ എന്ന പേരിൽ നമ്മൾ അധികം കാട്ടിക്കൂട്ടലുകളാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഒരു പേരിന് വേണ്ടി മാത്രമുള്ളതാണോ, അതോ അത് തീർച്ചയായിട്ടും താങ്കളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അല്ല, മോക്ക് ടെസ്റ്റ് സത്യത്തിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. നമ്മൾ പലർക്കും പറ്റുന്ന ഒരു തെറ്റും അതാണ്. നമ്മൾ വിചാരിക്കും സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് തുടങ്ങാം, അല്ലെങ്കിൽ മോക്കിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് പക്ഷെ നമ്മൾ ആരെയാണ് കാണിക്കുന്നത്? നമുക്ക് നമ്മളെ മാത്രം ബോധിപ്പിച്ചാൽ മതിയല്ലോ. ഈ മോക്ക് ടെസ്റ്റ് ആരും നമ്മളെ മോക്ക് ടെസ്റ്റിൽ ഉള്ള നമ്മൾ വീട്ടിൽ ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ അക്കാഡമിയിൽ ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് നമ്മളെ ഒരു തരത്തിലും ബാധിക്കില്ല. നമുക്കത് പോസിറ്റീവ് എഫക്റ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഡോട്ട്സ് അക്കാഡമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലും അതാണ്, ഒരാഴ്ചക്കകത്ത് അവർ നമ്മളെ മോക്ക് ടെസ്റ്റിലോട്ട് കയറ്റും. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മളൊരു എക്സാമിന് കണ്ടു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പിന്നെ ഒരിക്കലും നമ്മൾ മറക്കില്ല. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ടെസ്റ്റിൽ കണ്ട ക്വസ്റ്റ്യൻ പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം അതെങ്ങനെയാണത് വരുന്നത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അന്ന് കണ്ടതാണ് എന്നൊരിതുണ്ടായിരിക്കും നമുക്ക്. പിന്നെ നമുക്ക് ഒരു വിഷയത്തിൽ എത്ര ജ്ഞാനം ഉണ്ടായിട്ടും കാര്യമില്ല. അതിന് മുന്നേ ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എത്ര വലിയ ആളായിട്ടും നമുക്ക് ആ ഒരു വിഷയത്തിനെ പറ്റി ഭയങ്കര നമുക്ക് ആ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആ സമയത്തിനകത്ത് നമുക്ക് എഴുതണം. അതിന് മാത്രം 4 വിഷയമുണ്ട്. നമ്മുടെ ഇപ്പം ഏതായിരുന്നാലും നമ്മുടെ SSC ആയിരുന്നാലും ഒക്കെ ഏകദേശം എല്ലാത്തിനും ഇപ്പം 4 വിഷയങ്ങളുണ്ട്. മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, GK ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇത് 4ഉം ഈ സമയത്തിനകത്ത് നമുക്ക് ചെയ്ത് തീർക്കണം. അതൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കൈവഴക്കം വരൂ, നമുക്ക് ആ സമയത്തിനുള്ളിൽ തീർക്കാനും പറ്റുള്ളൂ. ഇതൊക്കെ ഓരോ നാക്കാണ്. അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ചിലർ ഇംഗ്ലീഷ് ആദ്യം ചെയ്യും, ഇംഗ്ലീഷും GK ഒക്കെ സമയം കുറവ് മതിയായതുകൊണ്ട് ആദ്യം ചെയ്യും. ചിലർ മാത്സ് ആദ്യം ചെയ്യും. പക്ഷേ ഇതൊക്കെ ഒരാളുടെ സ്ട്രാറ്റജി മറ്റേ ആൾക്ക് പറ്റില്ല. അപ്പം നമ്മൾ സ്വന്തമായിട്ട് എഴുതിയാലേ പറ്റുള്ളൂ. ഇപ്പോഴും മനസ്സിലാവുള്ളൂ. മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിനേഷന് മെജോറിറ്റി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് ബാക്കി കുട്ടികൾക്ക് അധികം ടഫായിട്ട് തോന്നാറുണ്ട്. താങ്കളെ സംബന്ധിച്ച് അത് എങ്ങനെയാണ്? അത് കൂടുതൽ ടഫായോ, അതിനുവേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വന്നോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ്. ഗവൺമെൻറ് സ്കൂളിൽ മാത്രമല്ല, ഞാൻ മലയാളം മീഡിയം സ്റ്റുഡൻ്റ് കൂടെ ആയിരുന്നു. 10 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ് ഞാൻ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇംഗ്ലീഷ് വിഷയം വരുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ഉള്ളൂ. ബാക്കി നമ്മുടെ മൊത്തം മലയാളത്തിലാണ് ഞാൻ പഠിച്ചു വന്നത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോഴും നമ്മൾ ഡിഗ്രിക്കും അറിയാമല്ലോ, നമ്മുടെ ഇപ്പം ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഏത് ഡിഗ്രി ആയിരുന്നാലും ഈ വിഷയങ്ങൾക്കുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അതിനുള്ള ഇത് കുറവാണ്. അത് നമ്മൾ ജസ്റ്റ് പാസ്സായാൽ മതി എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇംഗ്ലീഷ് ഒരു മെയിനാണ്. നമ്മുടെ SSC ആയിരുന്നാലും ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിന് എസ്സേയും ലെറ്ററും ഒക്കെ എഴുതണം, അപ്പം തരുന്ന വിഷയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവിനും ഇംഗ്ലീഷ് ഉണ്ട്. അപ്പം ഇംഗ്ലീഷ് എനിക്ക് തുടക്കത്തിലേ പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം ഞാൻ അന്നിപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ഹിന്ദു വായിക്കണം എന്ന്. പക്ഷേ നമ്മൾ ഹിന്ദു എടുത്ത് വെക്കുമ്പോഴത്തേക്കും അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഹിന്ദു കാണുന്നത് ഇവിടെ വന്ന ശേഷം. അപ്പോൾ ഹിന്ദു എടുത്ത് വെക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ ചെയ്തുകൊണ്ട് നിന്നാൽ ഇതെടുത്തിട്ട് മിസ്സിനെടുത്ത് പോകും, ഓരോന്ന് വായിക്കും, മിസ്സിനെടുത്ത് പോകും. പക്ഷേ ഈ ഇംഗ്ലീഷ് നമ്മൾ പത്രം വായിക്കുന്നതിൻ്റെ പ്രധാന പ്രശ്നം വെച്ചാൽ ഓരോ വാക്കിനും ഒരർത്ഥം ഉണ്ടായിരിക്കും. നമ്മൾ ഡിക്ഷണറി നോക്കിയാലും ഓൺലൈനായിട്ട് ഒരു അർത്ഥം ഉണ്ടായിരിക്കും. പക്ഷേ ആ അർത്ഥമായിരിക്കില്ലല്ലോ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് അറിയാവുന്ന ഒരാളിൻ്റെ ഗൈഡൻസ് തന്നെ വേണം. പക്ഷേ ഒരിക്കലും മിസ്സ് അത് എനിക്ക് പറഞ്ഞു തരുന്നില്ലെന്നോ, ഞാൻ കാരണം അത്രയും മിസ്സിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതെന്താ എപ്പോഴും വരുന്നതെന്നോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ ആദ്യം എന്നിട്ട് ഞാനിതിങ്ങനെ എഴുതി വെക്കുമായിരുന്നു. ഓരോ ഈ ഇംഗ്ലീഷിൻ്റെ അതിന് വേണ്ടി എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. വൊക്കാബുലറിക്ക് വേണ്ടിയിട്ട് തന്നെ എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഗ്രാമറിന് വേണ്ടി സെപ്പറേറ്റ് ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ എനിക്ക് സെപ്പറേറ്റ് ബുക്ക്സ് ഉണ്ടായിരുന്നു. അപ്പം ഈ വൊക്കാബുലറി ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ എഴുതി വെക്കും. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ റെപ്പറ്റീറ്റീവ് ആണ്. ഹിന്ദുവിലായിരുന്നാലും നമ്മളൊരു 2-3 മാസം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതെല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും, നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് വലിയൊരു ടാസ്ക് ആയിട്ട് അത് തോന്നില്ല. ഹിന്ദു പത്രം വായിക്കുന്നതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ CGL-ന് CHSL ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് നല്ല ലെവലിൽ ചോദിക്കും, വൊക്കാബുലറി ഒക്കെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തതുകൊണ്ട് HCAക്ക് വേണ്ടി സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നില്ല വൊക്കാബുലറി ഒന്നും.
ഗ്രാമറും അങ്ങനെ തന്നെയാണ്. പിന്നെ ഡിസ്ക്രിപ്റ്റീവും ഇതുപോലെ തന്നെ CGL, CHSL, MTS ഈ 3 SSC എക്സാമിനും നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ വർഷവും വരുന്നതാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ആ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത് കുറച്ചുകൂടി നല്ലതായിരുന്നു. നമുക്ക് HCAക്ക് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, അതിൽ 50 ക്വസ്റ്റ്യൻ, 100-ൽ 50 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ്. അതുപോലെ പിന്നെ ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ 60 മാർക്കിനാണ് ഡിസ്ക്രിപ്റ്റീവ്. അതിൽ 2 ഷോർട്ട് എസ്സേ കാണും, പിന്നെ അതുപോലെ തന്നെ ഒരു കോംപ്രിഹെൻഷൻ തന്നിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ അത് കാണും, പിന്നെ ഒരു പ്രിസി പ്രിസിയും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ 10 മാർക്കിന്, അതും നമ്മൾ മുഴുവൻ ഒരു ഹൈക്കോർട്ടിലെ ജഡ്ജാണ് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഹൈക്കോർട്ടിൽ കൂടുതൽ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലാണ് നടക്കുന്നത്, ഡെയിലി കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂവും ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഒരു മെയിൻ ആയിട്ടുള്ള ആൾ തന്നെയാണ്. അതിന് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഡോട്ട്സ് അക്കാഡമിയിലെ ക്ലാസ്സുകൾ, മിസ്സിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഇത് ഞാനിട്ട എഫേർട്ടും അതിൽ നന്നായിട്ട് തന്നെ എനിക്ക് പല ക്വസ്റ്റ്യൻസ് എനിക്ക് ഹിന്ദുന്ന് ഡയറക്റ്റ് വന്നിട്ടുണ്ട്, എനിക്ക് വൊക്കാബുലറി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പം ഇംഗ്ലീഷ് ഞാൻ കണ്ടിട്ടുണ്ട് ആളുകളെ, ഇംഗ്ലീഷ് നല്ല ബേസ് ഉള്ളവർക്കും പ്രയാസമാണ്. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ അങ്ങനെ പറഞ്ഞതല്ല, അവർക്കും പ്രയാസമായിരിക്കും. നമ്മൾ എഫേർട്ട് ഇട്ടാലേ അത് നടക്കുകയുള്ളൂ. നമുക്ക് എവിടെയാണ് റിസൾട്ട് കിട്ടി. അതെ അതെ, റിസൾട്ട് കിട്ടി. ഇംഗ്ലീഷിന്റെ ആണെങ്കിൽ ഒരു ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരാൾക്ക് ട്രൈ ചെയ്യാം. അതെ അതെ, അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഈ കൂടുതലായുള്ള പരീക്ഷകളിൽ കാണുന്നൊരു സംഭവം എന്തെന്ന് വെച്ചാൽ എല്ലാവരും അപ്ലൈ ചെയ്യും, പക്ഷേ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ അവരത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇട്ടിട്ട് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ വലിയൊരു ചലഞ്ച് ഗോപികയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഗോപിക ഫേസ് ചെയ്തത്? ചലഞ്ചസ് ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ ഒരു വർഷം ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷമൊക്കെ നമ്മൾ ഗവൺമെൻറ് ജോബിന് പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, പ്രിപ്പയർ ചെയ്തോ. പക്ഷേ പിന്നീട് ആകുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. എന്താ ഇതിന് പ്രോഗ്രസ് ഒന്നും ഉണ്ടാവുന്നില്ലേ, കുറച്ച് കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണല്ലോ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഗവൺമെൻറ് ജോബാണ്, അല്ലെങ്കിൽ നമ്മളല്ല എക്സാം നടത്തുന്നത്, അവരാണ് നടത്തുന്നത്. പിന്നെ ഇപ്പം മിക്ക എക്സാം, നമ്മൾ ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും ഒരു ടയർ അല്ല, ഒരു എക്സാം അല്ല. അതിന് ഇപ്പോൾ SSCയുടെ ആണെങ്കിൽ അതിനൊരു ഡിസ്ക്രിപ്റ്റീവ് കാണും, അതിന് മുന്നേ DV കാണും, പിന്നെ ഒരു കട്ട് ഓഫ് കാണും, തുടക്കത്തിൽ ഒബ്ജക്റ്റീവ് കാണും, രണ്ടാമത് പിന്നെ ഒരു മെയിൻ പേപ്പർ കാണും. അങ്ങനെ പല ഒരു CGL ഒക്കെ കിട്ടണമെങ്കിൽ നമുക്കൊരു 4 എക്സാം എങ്കിലും ക്ലിയർ ചെയ്യണം. പിന്നെ നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പം കട്ട് ഓഫിൻ്റെ കാര്യമല്ലേ, അപ്പം ചിലപ്പോൾ ഒരു മൈന്യൂട്ടിന് നമുക്ക് പോവും. എനിക്കങ്ങനെ ഒരുപാട് എക്സാം പോയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ചെയ്ത കഷ്ടപ്പാടെല്ലാം ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേസ്റ്റഡ് എഫേർട്ടായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. ഞാനങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. എന്നാലും അതെ, നമ്മൾ പക്ഷേ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നം, നമുക്കൊരു ചാലഞ്ച് തന്നെയാണ്. ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ്, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്. കുറച്ച് കഴിയുമ്പോൾ അത് മാറും, ആറ്റിറ്റ്യൂഡ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആറ്റിറ്റ്യൂഡൊക്കെ മാറും. പിന്നെ നമ്മുടെ തന്നെ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നാളെ പഠിക്കാം, പ്രോക്രാസ്റ്റിനേഷൻ അതുണ്ട്, അതെന്തായാലും വരും. പിന്നെ ഇതിലൊക്കെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ നമ്മളെ താഴോട്ട് വരിക്കുന്നതാണോ, നമ്മളെ ചിയറപ്പ് ചെയ്യുന്നവരാണോ, അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന. ഇതിന് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരുന്നോ അതോ ആരെങ്കിലും ചുറ്റും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നോ? ഹെൽപ്പ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ നമുക്ക് എപ്പോഴും നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ സമയത്ത് മോട്ടിവേറ്റഡ് ആവാമെന്ന് പറയുമെങ്കിൽ ആ സമയം എത്തുമ്പോൾ നമുക്കിതൊന്നും ഓർമ്മ വരത്തില്ല. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ചൊക്കെ വിഷമിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളതാണ് വിഷമമൊക്കെ. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, അപ്പം നമുക്കൊരാളെ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ നമ്മളെ ഡിവിയേറ്റ് ചെയ്യിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ടക്കനെ മാറുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവരെ നമ്മൾ നന്നാക്കാൻ വേണ്ടി നിൽക്കരുത്, അവിടെ നിന്ന് മാറുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യമാണത്. ഈ ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാടധികം ആൾക്കാർ ഇൻസ്പയർ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ കാത്തിരിക്കുന്ന ഒരു ആസ്പിറൻസിന് എന്തായിരിക്കും ഗോപികയുടെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് ആയിട്ട് നൽകാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ഡ്രീംസ് ഉണ്ടായിരിക്കും. അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വേറൊരാൾ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ വേറൊരാൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. എന്താണോ നിങ്ങളുടെ ഡ്രീം, അപ്പോൾ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് നമുക്കേ അറിയാവുള്ളൂ. അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ സത്യസന്ധമായിട്ടുള്ളൊരു എഫേർട്ട് ഇടുകയാണെങ്കിൽ അവസാനം നമ്മളെ ലക്ഷ്യത്തിലെത്തും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അനുഭവവും അങ്ങനെ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.
ഓക്കെ, അപ്പോൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവാതെ നമ്മുടെ ഡ്രീം എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.